സ്വർണത്തിന് പിന്നാലെ ക്രൂഡ് ഓയിലിനും വില കുതിച്ചുയരുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂട്ടിയേക്കും. സ്വർണത്തിന് വില കുതിച്ചു വരുന്നത് കാരണം സാധാരണക്കാർ സ്വർണം ഉപേക്ഷിച്ചു. ക്രൂഡ് ഓയിലിനും അതുവഴി ഡീസലിനും പെട്രോളിനും വില കുതിച്ചുയർന്നാൽ സാധാരണക്കാരന്റെ നിക്കറ് കീറും. കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ വരെ വില വർദ്ധിക്കും. ആഗോള മേഖലയിലെ അനിശ്ചിതത്വങ്ങൾ ശക്തമായതോടെയാണ് ധനകാര്യ കമ്പോള വിപണികളിൽ ചാഞ്ചാട്ടം രൂക്ഷമായത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 500% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കവും ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഇറാനിലെ പ്രതിസന്ധി നിക്ഷേപകർക്ക് കടുത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യൻ ഓഹരികളും രൂപയും ഇന്നലെ കനത്ത വിൽപ്പന സമ്മർദ്ദം നേരിട്ടു. ഓഹരി വിപണി തുടർച്ചയായ 5ാം ദിവസമാണ് നഷ്ടം നേരിട്ടത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ 3ാം ത്രൈമാസ കാലയളവിൽ ഇന്ത്യൻ കമ്പനികളുടെ പ്രവർത്തന ഫലത്തെക്കുറിച്ചുള്ള ആശങ്കകളും നിക്ഷേപകർക്കുണ്ട്. ഇന്നലെ സെൻസെക്സ് 605 പോയിന്റ് ഇടിഞ്ഞ് 83,576.24 അവസാനിച്ചു. നിഫ്റ്റി 194 പോയിന്റ് നഷ്ടത്തോടെ 25,683.30 ചെറുകിട ഇടത്തരം കമ്പനികളുടെ ഓഹരി വിലയിലും കനത്ത വിൽപ്പന സമ്മർദ്ദം ദൃശ്യമായി. 5 സെഷനുകളിലായി സെൻസെക്സ് 2186 പോയിന്റാണ് ഇടിഞ്ഞത്. അദാനി പോർട്സ്, അദാനി എന്റർപ്രൈസസ്, NTPC തുടങ്ങിയവയാണ് ഏറ്റവും അധികം വിലയിളവ് നേരിട്ടത്. വാഹന, IT, ധനകാര്യ മേഖലയിലെ ഓഹരികൾ കടുത്ത വിൽപ്പന സമ്മർദ്ദം നേരിട്ടു. ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്നുള്ള വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ പിന്മാറ്റം ശക്തമായതോടെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറഞ്ഞു. ലോകത്തിലെ പ്രമുഖ നാണയങ്ങൾക്കെതിരെ ഡോളർ ശക്തി ആർജിച്ചതും ക്രൂഡ് ഓയിൽ വിലക്കുതിപ്പുമാണ് രൂപയ്ക്ക് സമ്മർദ്ദം ശക്തമാക്കുന്നത്. ഇറാനിലെ രാഷ്ട്രീയ പ്രതിസന്ധി, അമേരിക്കയുടെ വെനസ്വേല ഇടപെടൽ ക്രൂഡ് ഓയിൽ വിപണിയിൽ സമ്മർദ്ദം വളരെയധികമാണ് സൃഷ്ടിക്കുന്നത്. ഇതോടെ രാജ്യാന്തര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $62 മുകളിലായി. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്നും വൻ വർധനവാണ് ഉണ്ടായത്. പവന് 840 രൂപ കൂടി 1,03,000 രൂപയും ഗ്രാമിന് 105 രൂപ കൂടി 12,875 രൂപയുമായി. ഈ മാസത്തെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന സ്വർണ്ണ നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ പവന് 1,02,160 രൂപയും ഗ്രാമിന് 12,770 രൂപയുമായിരുന്നു. ജനുവരി 5-നാണ് പവൻ വില 1 ലക്ഷം കടന്നത്. അന്ന് പവന് 1,760 രൂപയും ഗ്രാമിന് 12,595 രൂപയുമായിരുന്നു. കഴിഞ്ഞ 10 ദിവസം കൊണ്ട് പവൻ വിലയിൽ 2,240 രൂപയുടെ വർധനവാണ് സംഭവിച്ചത്. ഇത് സ്വർണ്ണ വിപണിയിൽ കടുത്ത ആശങ്ക സൃഷ്ടിച്ചു. ഈ മാസത്തെ ഇതുവരെയുള്ള ഏറ്റവും കുറഞ്ഞ സ്വർണ്ണ നിരക്ക് രേഖപ്പെടുത്തിയത് ജനുവരി 1-നായിരുന്നു. അന്ന് പവന് 99,040 രൂപയും ഗ്രാമിന് 12,380 രൂപയുമായിരുന്നു.